നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. US താരിഫിനെ മറികടക്കാൻ 50 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കേന്ദ്രീകരിച്ച് ഇന്ത്യ. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ലക്ഷ്യം. പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ബില്ല്. വിപണി പ്രവേശനത്തിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. 10,000 കോടി രൂപയുടെ ഇൻവിറ്റ് IPO ആണ് ലക്ഷ്യം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിൻവാങ്ങൽ തുടരുന്നതായി റിപ്പോർട്ട്. നിഫ്റ്റി 50-ലെ 40 കമ്പനികളുടെ ഓഹരി വിഹിതം വെട്ടിക്കുറച്ചതായി മോത്തിലാൽ ഓസ്വാൾ. റെക്കോർഡ് ഉയരത്തിൽ രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വർധന 80%. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 746 പോയിന്റ് ഉയർന്ന് 80,604-ലും നിഫ്റ്റി 221 പോയിന്റ് ഉയർന്ന് 24,585-ലും ക്ലോസ് ചെയ്തു. സെൻസസ് ഓഹരികളിൽ ടാറ്റ മോട്ടോഴ്സ്, എറ്റേണൽ ട്രെഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അൾട്രാടെക് സിമന്റ് എന്നിവ നേട്ടമുണ്ടാക്കി. അതേസമയം ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരതി എയർടെൽ, മാരുതി എന്നിവ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെക്ടർ സൂചികളിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒഴികെ മറ്റെല്ലാ മേഖലകളിലെ സൂചികളിലും നേട്ടം കൈവരിച്ചു. BSE മിഡ് ക്യാപ് സൂചിക 0.8%, സ്മോൾ ക്യാപ് സൂചിക 0.3% ഉയർന്നു. 50 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ താരിഫ് ആഘാതത്തെ മറികടക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നത് മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ. ഇന്ത്യയുടെ കയറ്റുമതി വിപണിയുടെ 90% വരുന്നത് മിഡിൽ ഈസ്റ്റിലേക്കാണ്. കൂടാതെ ആഫ്രിക്ക അടക്കമുള്ള മേഖലകളിലെ രാജ്യങ്ങളുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കയറ്റുമതി വൈവിധ്യവൽക്കരണം, മത്സരശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയാണ് പ്രഥമ അജണ്ടയെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. നേരത്തെ തന്നെ 20 രാജ്യങ്ങളിലെ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രം വാണിജ്യ മന്ത്രാലയം തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ 30 രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തുകയാണെന്നും മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ കാരണം ജൂണിൽ ഇന്ത്യയുടെ കയറ്റുമതി $35.14 ബില്യൺ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ തലത്തിലെ ഈ നീക്കം. അതേസമയം വ്യാപാര കമ്മി ഈ മാസത്തിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $18.78 ബില്യൺ ചുരുങ്ങിയിട്ടുണ്ട്. 2025-26 ഏപ്രിൽ-ജൂൺ കാലയളവിൽ കയറ്റുമതി 1.92% വർദ്ധിച്ച് $112.17 ബില്യൺ എത്തി. ഇറക്കുമതി 4.24% വർദ്ധിച്ച് $179.44 ബില്യൺ ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബൈജയന്ത് പാണ്ഡ്യ അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ബില്ല്. ലോക്സഭ സെലക്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ച 285 നിർദ്ദേശങ്ങളാണ് പുതിയ ബില്ലിലുള്ളത്. MSMEകൾ, മറ്റ് ചെറുകിട ബിസിനസ് സംരംഭകർ, സാധാരണക്കാർ തുടങ്ങിയവർക്ക് അനുയോജ്യമായ വിധമാണ് ബിൽ പരിഷ്കരിച്ചത്. നിയമങ്ങളിലും ചട്ടങ്ങളിലും മാത്രമല്ല ആദായ നികുതി റിട്ടേൺ സമർപ്പണത്തിലും മാറ്റങ്ങളുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാനാവുക, നൂലാമാലകൾ ഒഴിവാക്കി നികുതി റിട്ടേൺ സമർപ്പണം സുഗമമാക്കുക, തർക്കങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. അതേസമയം നികുതി നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. വസ്തുവിൽ നിന്നുള്ള ആദായം, പെൻഷൻ കിഴിവുകൾ എന്നിവയിലും നികുതിദായകർക്ക് അനുകൂലമായ മാറ്റങ്ങളുണ്ട്. ഗുരുതരമല്ലാത്ത പിഴവുകൾക്കുള്ള ശിക്ഷയും പിഴയും മറ്റും കുറയ്ക്കും. ആദായ നികുതി സ്കീമുകൾ, വ്യവസ്ഥകൾ തുടങ്ങിയവ സംബന്ധിച്ച് പ്രത്യക്ഷ നികുതി ബോർഡിന് സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനാകും. ഉദ്യോഗസ്ഥതല കാലതാമസവും മറ്റും ഒഴിവാക്കാനാണിത്. അതേസമയം പ്രതിപക്ഷത്തിന്റെ അഭാവത്തിലാണ് പുതുക്കിയ ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണി പ്രവേശനത്തിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. 10,000 കോടി രൂപയുടെ ഇൻവിറ്റ് IPO നടത്തുമെന്ന് റിപ്പോർട്ട്. ഇൻവിറ്റ് IPOയ്ക്കായി ദേശീയപാത അതോറിറ്റി നിയമ നടപടികൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. റോഡ് പദ്ധതികളുടെ നടത്തിപ്പിനുള്ള ഫണ്ട് സമാഹരണമാണ് IPOയുടെ ലക്ഷ്യം. അടിസ്ഥാന സൗകര്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രാഥമിക ഓഹരി വിൽപ്പനയായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ദേശീയപാത അതോറിറ്റി ഇൻവിറ്റുമായി രംഗത്തെത്തുമെന്ന് കേന്ദ്ര റോഡ് ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ചെറുകിട നിക്ഷേപകർക്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നിക്ഷേപിക്കാൻ അവസരമൊരുക്കുന്നതാണ് ഈ പദ്ധതി.
പദ്ധതിയുടെ ഭാഗമായി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളുടെ ഉടൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ലിസ്റ്റ് ചെയ്യും. ഇതുവഴി റീറ്റെയിൽ നിക്ഷേപകർക്ക് യൂണിറ്റുകൾ വ്യാപാരം ചെയ്യാൻ കഴിയും. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ അഥവാ ഇൻവിറ്റ് എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളുടെ മാതൃകയിലുള്ള സാമ്പത്തിക ഉപകരണങ്ങളാണ്. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിക്കാനും ആസ്തികളിൽ നിക്ഷേപിക്കാനും രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഇതെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിൻവാങ്ങൽ തുടരുന്നതായി റിപ്പോർട്ട്. നിഫ്റ്റി 50-ലും 40-ലും കമ്പനികളുടെ ഓഹരി വിഹിതം വെട്ടിക്കുറച്ചതായി മോത്തിലാൽ ഓസ്വാൾ. വിദേശ നിക്ഷേപകർ കൈയൊഴിയുമ്പോൾ രാജ്യത്തെ ആഭ്യന്തര നിക്ഷേപകർ വിപണിയിലേക്ക് പണമിറക്കുന്നത് ശക്തമായി തുടരുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കി. ആഭ്യന്തര നിക്ഷേപകർ അവരുടെ സാന്നിധ്യം ക്രമാനുഗതമായാണ് വർദ്ധിക്കുന്നത്. ജൂലൈയിൽ നിഫ്റ്റി 50-ലെ 44 കമ്പനികളിലെ ഓഹരി വിഹിതത്തിലാണ് വർധന. പാദാടിസ്ഥാനത്തിലെ കണക്കെടുത്താൽ 3 മാസത്തിനിടെ ആഭ്യന്തര നിക്ഷേപകർ 34 കമ്പനികളിൽ നിക്ഷേപം ഉയർത്തിയപ്പോൾ വിദേശ നിക്ഷേപകർ 28 കമ്പനികളിലെ വിഹിതമാണ് കൈവെടിഞ്ഞത്. കമ്പനികളിലെ ആഭ്യന്തര നിക്ഷേപകരുടെ വിഹിതം മൊത്തത്തിൽ 19.4%-ലെത്തി. വാർഷികാടിസ്ഥാനത്തിൽ 170 ബേസിസ് പോയിന്റിന്റെ മുന്നേറ്റം. FII ഉടമസ്ഥാവകാശം 18.8%-ആയും കുറഞ്ഞു. വാർഷികാടിസ്ഥാനത്തിൽ 20 ബേസിസ് പോയിന്റുകളുടെ കുറവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. മുൻകാലങ്ങളിൽ പൊതുവെ സ്ഥിരത പുലർത്തിയിരുന്ന പ്രമോട്ടർമാരുടെ ഓഹരികൾ ജൂണിൽ 49.3% എന്ന എക്കാലത്തെയും താഴ്ന്ന നിലയിലേക്ക് കുത്തനെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമായത് വിപണിയുടെ റാലിയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നതെന്നും ബ്രോക്കറേജ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെക്കോർഡ് ഉയരത്തിൽ രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വർധന 80%, പിന്തുണച്ചത് വിപണിയിലെത്തിയ പുതിയ ഫണ്ടുകളെന്ന് ആംഫി. ജൂണിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം 23,568 കോടി രൂപയായിരുന്നു. ഇതിനാലാണ് ഒറ്റയടിക്ക് 80%-ന്റെ മുന്നേറ്റം. ജൂലൈയിൽ നിക്ഷേപം 42,672 കോടി രൂപയായി. ഇതിൽ തന്നെ 30,416 കോടി രൂപ സംഭാവന ചെയ്തത് വിപണിയിലെത്തിയ പുതിയ ഫണ്ടുകളാണ്. നിക്ഷേപ സമാഹരണത്തിൽ 2ാം സ്ഥാനത്തുള്ളത് സ്മോൾ ക്യാപ് ഫണ്ടുകളാണ്. ജൂലൈയിൽ സമാഹരിച്ചത് 6,484 കോടി രൂപയാണ്. മിഡ് ക്യാപ് ഫണ്ടുകൾ 5,182 കോടി രൂപയും ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ 5,035 കോടി രൂപയും അറ്റ നിക്ഷേപം നേടി. വൻകിട കമ്പനികളുടെ വിപണി മൂല്യത്തിൽ കേന്ദ്രീകരിക്കുന്ന ലാർജ് ക്യാപ് ഫണ്ടുകൾ 2,225 കോടി രൂപയുടെ അറ്റ നിക്ഷേപം രേഖപ്പെടുത്തി. ഫ്ലെക്സി ക്യാപ് ഫണ്ടുകൾ 7,654 കോടി രൂപയാണ് സമാഹരിച്ചതെന്നും ആംഫി റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. പവന് 560 രൂപയും ഗ്രാമിന് 70 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന് 75,000 രൂപയും ഗ്രാമിന് 9,375 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 7,695 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയും കുറഞ്ഞിട്ടുണ്ട്. ഗ്രാമിന് 1 രൂപ കുറഞ്ഞ് 124 രൂപയിലാണ് കച്ചവടം നടന്നത്. കേരള വാർത്തകൾ നോക്കാം. ഓണം സീസണിൽ പ്രതീക്ഷ അർപ്പിച്ച് കൈത്തറി മേഖല. കോവിഡ് മൂലം ഏറെ പ്രതിസന്ധി നേരിട്ട കൈത്തറി തൊഴിലാളികൾ ഇപ്പോൾ അവയൊക്കെ തരണം ചെയ്ത് അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഇത്തവണത്തെ ഓണവിപണി ലക്ഷ്യമിട്ട വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുമായി വിപണിയിലേക്ക് ഇറങ്ങുകയാണ് കൈത്തറി മേഖല. ഏറെ വിൽപ്പന നടക്കുന്ന ഓണം സീസൺ തന്നെയാണ് ഇത്തവണയും പ്രതീക്ഷ. സർക്കാരിന്റെ അടക്കം സഹകരണത്തോടെ കൈത്തറി സംരംഭകർ വിവിധ സ്ഥലങ്ങളിൽ സ്റ്റോളുകൾ നടത്തും. കൈത്തറി മേഖലയിലെ കേരളത്തിന്റെ ദീർഘകാല പാരമ്പര്യം, ഗുണനിലവാരം, വൈവിധ്യം, പുതിയ പ്രവണതകൾ എന്നിവയെല്ലാം പ്രതിഫലിക്കുന്ന പ്രദർശന സ്റ്റോളുകളാകും വിവിധയിടങ്ങളിൽ ഒരുക്കുക. ഹാൻഡെക്സ് ആണ് ഞങ്ങളുടെ മദർ സംഘം. അപ്പോൾ അതുവഴി ഞങ്ങളൊരു സെയിൽ നടക്കുകയാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത്. പിന്നെ അല്ലാണ്ട് നമ്മൾക്ക് ഇതുപോലെ എക്സിബിഷൻ സെയിൽസ് ഒക്കെ ഉണ്ട്. വർഷത്തെ ഓണവും കഴിഞ്ഞ വർഷത്തെ നിന്നും നല്ല രീതിയിൽ ഞങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. കൈത്തറി സാരിയും മുണ്ടും തന്നെയാണ് ഇത്തവണത്തെ പ്രധാന ഇനം. വ്യത്യസ്ത ഡിസൈനുകളിലുള്ള സാരികളാണ് തലസ്ഥാനത്തെ ക്ലസ്റ്ററുകളിലെ മുഖ്യ ആകർഷണം. എന്നാൽ വ്യാജ ഉൽപ്പന്നങ്ങൾ വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്നും സംരംഭകർ പറയുന്നു. അതെന്ന് വെച്ചാൽ യന്ത്രവൽക്കരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. പവർലൂം പ്രോഡക്റ്റ് ഞങ്ങളെ ബാലരാമപുരം ഹാൻഡ്ലൂം പ്രോഡക്റ്റിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളെ ഒറിജിനൽ എന്നുള്ള ഇതിനെ മാറ്റിയിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ളതാണ് ഈ സൊസൈറ്റി, ഹാൻഡ്ലൂം സൊസൈറ്റീസ് എല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ട്രേഡ് മാർക്കുണ്ട്, ഹാൻഡ്ലൂം മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഓരോ പ്രോഡക്റ്റിനും ഞങ്ങളത് ഇങ്ങനെ പിൻ ചെയ്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഹാൻഡ്ലൂം മാർക്ക്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റിന് റോ മെറ്റീരിയലിനൊക്കെ
കോസ്റ്റ് കൂടുതലായതുകൊണ്ട് കുറച്ച് ഞങ്ങൾക്ക് പിന്നീട് വാല്യൂ ആഡഡ് ആണ് ഞങ്ങളത്. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്ന പവർലൂം പ്രോഡക്റ്റ് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. കസവ് വസ്ത്രങ്ങളും പല വർണ്ണങ്ങളിലുള്ള ഓണപ്പുടവകളും ഇത്തവണ കൂടുതലായി വിപണിയിലെത്തുന്നുണ്ട്. പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളും തയ്യാറായി കഴിഞ്ഞു. കുർത്ത, ലേഡീസ് കുർത്ത, ഷോർട്ട് കുർത്ത, ചുരിദാർ ടോപ്പ്, കുട്ടിയുടുപ്പുകൾ, കോട്ടുകൾ എന്നിവയാണ് ഈ ഇനത്തിലെ പ്രധാന ഉൽപ്പന്നങ്ങൾ. വസ്ത്രങ്ങൾക്ക് പുറമെ കൈത്തറി ബാഗുകൾ, ഹാൻഡ് ബാഗ് എന്നിവയും നെയ്ത്തുകാർ കൂടുതലായി നിർമ്മിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ കൂലി ഓണത്തിനു മുൻപ് നൽകുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസമായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഞങ്ങൾക്ക് യാൺ സബ്സിഡിയൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും അതൊക്കെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. പിന്നെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ ഞങ്ങൾക്ക് സബ്സിഡി കിട്ടിയാൽ ഞങ്ങൾക്ക് മുന്നോട്ട്. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം. ബെപ്കോയുടെ ഡോർ ഡെലിവറി ശുപാർശ സർക്കാർ അംഗീകരിച്ചേക്കില്ല. വിവിധയിടങ്ങളിൽ നിന്നുള്ള എതിർപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും സർക്കാരിനെ പിന്നോട്ട് വലിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇൻസ്റ്റന്റ് ബിയർ അഥവാ പൊടി ബിയർ വിൽക്കാനുള്ള അനുമതിക്കായി ബെപ്കോ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയെ ചൊല്ലി സർക്കാരും ബെവ്കോയും തമ്മിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. സ്വിഗ്ഗി പോലെയുള്ള ചില സ്വകാര്യ ആപ്പുകൾ മുഖേനയും സ്വന്തമായി ആപ്പ് നിർമ്മിച്ചും സംസ്ഥാനത്ത് മദ്യവിതരണം ഓൺലൈനിൽ കൂടെ നടത്താനുമാണ് ബെവ്കോ ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ഒരു തീരുമാനത്തിനെതിരെ സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. വീടുകൾ ബാറാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ ഷോപ്പുകളിലൂടെ ആയാലും ഓൺലൈൻ മുഖേനയായാലും മദ്യം വാങ്ങിയാൽ എല്ലാവരും വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത് എന്നാണ് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരിയുടെ ചോദ്യം. സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിതരണത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ നിലനിൽക്കെ തന്നെയാണ് സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിൽ വീര്യം കുറഞ്ഞ ബിയർ, അതായത് ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാനുള്ള ഒരു അനുമതി തേടി ബെവ്കോ സർക്കാരിന് മുന്നിൽ വിശദമായ ഒരു ശുപാർശ സമർപ്പിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ മദ്യവിതരണത്തെ ചൊല്ലി കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ തന്നെയാകും സർക്കാരിന്റെ ശ്രമം. ബെവ്കോയുടെ ഈ ശുപാർശകളിന്മേൽ സർക്കാർ ഇനി എന്ത് തീരുമാനമാകും കൈക്കൊള്ളുക എന്ന് കാത്തിരുന്ന് കാണാം. ക്യാമറാമാൻ അരവിന്ദിനൊപ്പം അമൽ, മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. US താരിഫിനെ മറികടക്കാൻ 50 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കേന്ദ്രീകരിച്ച് ഇന്ത്യ. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ലക്ഷ്യം. പുതുക്കിയ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. സെലക്ട് കമ്മിറ്റിയുടെ ശുപാർശകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ ബില്ല്. വിപണി പ്രവേശനത്തിനൊരുങ്ങി ദേശീയപാത അതോറിറ്റി. 10,000 കോടി രൂപയുടെ ഇൻവിറ്റ് IPO ആണ് ലക്ഷ്യം. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നിന്നുള്ള പിൻവാങ്ങൽ തുടരുന്നതായി റിപ്പോർട്ട്. നിഫ്റ്റി 50-ലെ 40 കമ്പനികളുടെ ഓഹരി വിഹിതം വെട്ടിക്കുറച്ചതായി മോത്തിലാൽ ഓസ്വാൾ. റെക്കോർഡ് ഉയരത്തിൽ രാജ്യത്തെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ വർധന 80%. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.